നമസ്കാരം. കേരള പോലീസിലെ ആക്ഷൻ ഹീറോ ബൈജുമാർ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ലാത്തിയുമായി റോഡിലിറങ്ങിയാൽ ഹാലിളകുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് കൊച്ചി DCP യതീഷ് ചന്ദ്ര. ഈ ഏമാൻ പുതുവൈപ്പ് സമരക്കാരെ നേരിട്ടതിനെ DGP സെൻകുമാറും കോടിയേരിയും ശരിവെക്കുമ്പോൾ പതിവ് പോലെ ഭരണത്തിലെ പ്രതിപക്ഷമായ CPI പോലീസിനെതിരെ രംഗത്തിറങ്ങി. പോലീസിലായാലും ഉദ്യോഗസ്ഥരിലായാലും ആക്ഷൻ ഹീറോ ബൈജുമാരുള്ളതാണ് നാടിൻ്റെ രക്ഷ. UDF ഭരിച്ചാലും LDF ഭരിച്ചാലും റോഡിലിറങ്ങി അലമ്പുന്നവരെ മുഖം നോക്കാതെ അടിച്ചോടിക്കും. ഇത്തരമൊരു ആക്ഷൻ ഹീറോ ബൈജുവാണ് യതീഷ് ചന്ദ്ര. അങ്കക്കലി കൊണ്ടുപോയി. സമരങ്ങൾ കണ്ട് തഴമ്പിച്ച നഗരമാണ് കൊച്ചി. ആ കൊച്ചിയിലാണ് ഒരു മനുഷ്യമൃഗത്തെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രംഗത്തിറങ്ങി സ്ത്രീകളെയും കുട്ടികളെയും പ്രായം ചെന്നവരെയും നിഷ്ഠൂരമായി അടിച്ചമർത്തി. യതീഷ് ചന്ദ്ര വൈപ്പിനിൽ പോയിട്ടുണ്ടോ? ആദ്യം നിങ്ങൾ ആ സത്യം പറയൂ. യതീഷ് ചന്ദ്ര എപ്പോഴാണ് വൈപ്പിനിൽ പോയതെന്ന് നിങ്ങൾ ആദ്യം പറയും. നിങ്ങളാണോ പോലീസ്? അത് തെറ്റാണ്. യതീഷ് ചന്ദ്ര ഇവിടെ പ്രധാനമന്ത്രി വന്ന ദിവസം വാസ്തവത്തിൽ വലിയൊരു ത്രെട്ട് പോലും ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ളൊരു ദിവസം പെട്ടെന്ന് കയറി പ്രധാനമന്ത്രി പോകുന്ന റൂട്ടിൽ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഹൈക്കോടതി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് IOCയിൽ പ്രവർത്തനം നടത്താനാണ്. അതിന് മറൈൻ ഡ്രൈവിൽ അടിക്കുന്നതിനാ, ജാഥ പോകുന്നതിൻ്റെ പുറകെ നടന്നടിക്കുന്നതിനാ. അത് CPIക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് CPI പ്രകടിപ്പിച്ചോളട്ടെ. ഇതേ സംബന്ധിച്ച് ഗവൺമെൻറ് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാനുള്ള ബാധ്യത ഗവൺമെൻറ്റുണ്ട്. പോലീസ് എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ലോ ആൻഡ് ഓർഡർ പരാജയപ്പെട്ട അതിലെ ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടി അലങ്കോലപ്പെട്ടിരുന്നെങ്കിൽ ഈ ചർച്ച ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. ഒരു മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക്. അയ്യോ പാവം, കുറ്റവാളികൾക്ക് ഞാനൊരു പുലിയും. LNG ടെർമിനലുള്ള പുതുവൈപ്പിനിൽ IOC പുതുതായി LPG പ്ലാന്റ് പണിയുന്നത് നാടിന് ഗുണമുള്ളത് തന്നെ. നാട്ടുകാരുടെ പ്രതിഷേധം അവരെ പറഞ്ഞു മനസ്സിലാക്കി തീർക്കുന്നതിന് പകരം സ്ത്രീകളെയും കുട്ടികളെയും തീവ്രവാദികളെപ്പോലെ നേരിടുന്നത് മനുഷ്യത്വമാണോ പിണറായി പോലീസ്? പ്രധാനമന്ത്രി ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ടെറർ മൊഡ്യൂൾ ഉണ്ടായിരുന്നു. മനസ്സിലായോ? നമുക്ക് ആരും റിസ്ക് എടുക്കാൻ പറ്റില്ല. അത്ര തന്നെ. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബി റെഡി. യെസ് സർ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് സിറ്റി ടൈഗേഴ്സ് നമ്മുടെ വലയിൽ വീഴും. ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുക. ഓവർ ഓവർ. വേഷം മാറി വന്നിരിക്കുകയാണല്ലേ. നാട്ടും പുറത്തുകാരുടെ വേഷത്തിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ വിട്ടികളെ? അബൂഹസൻ, ബി റെഡി. സിറ്റി ടൈഗേഴ്സ് എത്തിക്കഴിഞ്ഞു. അതവർ MRCയെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അവർ മൂവ് ചെയ്ത് തുടങ്ങി. Come on, arrest them, fire! ജനങ്ങൾ തീവ്രവാദിയായ കുറ്റം പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവിടെ ഒരാളില്ലാത്തവരും സമരത്തിന് വരുന്നുണ്ട്. പിന്നെ പോലീസിന് എന്തെങ്കിലും നടപടിയെ ന്യായീകരിക്കാൻ വേണ്ടി തീവ്രവാദം എന്ന തരത്തിൽ ധാരാളം കാര്യങ്ങൾ. കാരണം അവർക്കെതിരായിട്ട് ഇനി UAPA ചുമത്താനാണോ
തീവ്രവാദത്തിന്റെ പേര് പറയുന്നത് എന്ന് നമുക്കറിയാൻ കഴിയില്ല. ഒരു മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക്. അയ്യോ പാവം, കുറ്റവാളികൾക്ക് ഞാനൊരു പുലിയും. ഇനിയൊരു ഫ്ലാഷ് ബാക്ക്. ഉമ്മൻചാണ്ടി ഭരണകാലം. ബാർക്കോഴ വിവാദത്തിൽ LDFന്റെ ഹർത്താൽ ദിനം. അങ്കമാലിയിൽ ഹർത്താലിനിറങ്ങിയ ഏരിയ സെക്രട്ടറി അടക്കം CPMന്റെ പ്രവർത്തകരെ തൂത്തുപറക്കി അടിച്ചതും ഇതേ ആക്ഷൻ ഹീറോ ആയിരുന്നു. അങ്കമാലിയിൽ UDF ഭരിക്കുന്ന കാലത്ത് ഇടതുപക്ഷം സമരം ചെയ്തു. ആ സമരത്തിൽ നിഷ്ഠൂരമായി പ്രായം ചെന്നവരെയും കുട്ടികളെയും സ്ത്രീകളെയും മർദ്ദിച്ചു. എട്ടുനാടും കീർത്തിപ്പെട്ടോരങ്കമാലി തലപ്പള്ളി ഇമ്പമോടെ വാണാരുളുങ്കി വാറുകി ചേന്തകതികതൈ ഇമ്പമോടെ വാണാരുളുങ്കി വാറുകി ചേന്തകതികതൈ. എട്ടുനാടും കീർത്തി കേട്ടോരങ്കമാലി തലപ്പള്ളി ഇമ്പമോടെ വാണരുളുങ്കി വാറുകി ചേന്തകതികതൈ ഇമ്പമോടെ വാണരുളുങ്കി വാറുകി ചേന്തകതികതൈ. തങ്ങൾ നാമം തുതിപ്പാനും തങ്ങൾ നാമം വർണ്ണിപ്പാനും തങ്കരുണ്യം തന്നിടേണേ ഗീവാറുകി ചേന്തകതികതൈ തങ്കരുണ്യം തന്നിടേണേ ഗീവാറുകി ചേന്തകതികതൈ. എറണാകുളം റൂറൽ SP ആയിരുന്ന യതീഷ് ചന്ദ്രയ്ക്ക് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി നേരിട്ട് വന്ന് അന്ന് പുള്ളി കുത്തിവിട്ടതാണ്. ഇപ്പോഴിതാ പിണറായിക്ക് വേണ്ടി യതീഷ് ചന്ദ്രയുടെ ചൂരൽ പ്രയോഗം. ആര് ഭരിച്ചാലും നമ്മളുടെ പണി ഇതുതന്നെ എന്ന് പോലീസ്. ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളെ കണ്ട ശേഷം പുറത്തിറങ്ങിയ പിണറായി അവിടെ പ്രസംഗിച്ചത് പോലീസിൽ ഗുണ്ടകളെ കാണണമെങ്കിൽ യതീഷ് ചന്ദ്രയെ കണ്ടാൽ മതി എന്നാണ്. പോലീസിൽ കോൺഗ്രസ് രാഷ്ട്രീയമുള്ള കുറെ ക്രിമിനലുകളുണ്ട്. എന്തോ കാരണവശാൽ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ അധപ്പതിച്ച ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇവിടെ പോലീസിനെ നയിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതിനേക്കാൾ വലിയ സ്ഥാനത്തിരിക്കുകയാണ്. പോലീസിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ല, ആഭ്യന്തരമന്ത്രി എന്നതിൽ എനിക്ക് കഴിയുന്നില്ല എന്നതാണ് മുഖ്യമന്ത്രിക്കുള്ളതെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ, ജനങ്ങൾ കൈകാര്യം ചെയ്തോളാം, ഞങ്ങൾക്കൊരു മടിയുമില്ല. വടകരയിൽ റൂറൽ SP ആയിരുന്ന കാലത്തും യതീഷ് ചന്ദ്ര ആക്ഷൻ ഹീറോ തന്നെയായിരുന്നു. പോലീസ് പ്രതിഷേധക്കാരുടെ ജനനേന്ദ്രിയം പിടിക്കാൻ തുടങ്ങിയത് അന്നു മുതലാണ്. ഇവിടുത്തെ DCPക്ക് ആദ്യ സംഭവമല്ല. അദ്ദേഹം വടകര ASP ആയിരിക്കുമ്പോഴാണ് CPM ഓഫീസ് കയ്യേറിയത്. CPM ഓഫീസ് കയ്യേറിയെന്ന് മാത്രമല്ല, ഓഫീസ് അടിച്ചു പൊളിച്ചു. നമ്മളെ ഉദ്ദേശം ഒരാളിനെ അടിക്കിയതല്ല. എനിക്ക് അടിക്കാൻ വേണ്ടി ഒരു പ്ലഷർ ഇല്ല. എനിക്ക് ഒരു ഇന്നലെ ഐ ഓൾസോ ഫെൽറ്റ് ബാഡ്, ബട്ട് ഇറ്റ്സ് ആൾ എ പാർട്ട് ഓഫ് ജോബ്. ഒരിക്കലൊക്കെ ഒരാൾ എന്നോട് അടിക്കാതെ, ഒരാൾ എന്നോട് ചീത്ത വിളിക്കാതെ ഞാൻ ചുമ്മാ പോയിട്ട് അടിക്കാൻ എനിക്കൊരു അതിൽ ഒരു പ്ലഷർ ഇല്ല. പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടാണ് നഗരത്തിൽ യതീഷ് ചന്ദ്ര ഇറങ്ങിയതെന്നും പുതുവൈപ്പിനിൽ ഈ ഉദ്യോഗസ്ഥൻ പോയിട്ടില്ലെന്നുമാണ് DGPയുടെ വാദം. ശരിയാണ്, അവിടെ തല്ലിയത് വേറെ ബൈജുമാരാണ്. വികസന പ്രവർത്തനം തടയുന്നവരെ നേരിടുമെന്ന പിണറായിയുടെ പ്രഖ്യാപനമായിരിക്കാം പോലീസിൻ്റെ ബലം. ജനകീയ സമരങ്ങളെ
ചോരയിൽ മുക്കി കൊല്ലരുതെന്നല്ലേ ഇടതു നയം? ഒരു വട്ടം കൂടി ചർച്ച കഴിഞ്ഞ് പോരായിരുന്നോ ബലപ്രയോഗം? നന്ദിഗ്രാമും സിംഗൂരും മറന്നു പോകരുത്. ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ, ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ, ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ. ഏമാന്മാരെ ഏമാന്മാരെ ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ, ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ, ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ. ഞങ്ങൾ റോഡിലിറങ്ങി നടക്കും, ഞങ്ങൾ പാടത്തിരുന്നു ചിരിക്കും. ഞങ്ങൾ റോഡിലിറങ്ങി നടക്കും, ഞങ്ങൾ പാടത്തിരുന്നു ചിരിക്കും. നമുക്കൊരുമിച്ച് മുന്നേറാം, സർക്കാർ ഒപ്പമുണ്ട്. അമ്പലപ്പൂപ്പന്മാർ വെട്ടിയറോട് നിനക്കെഴുതി തരണോ? ഏമാനെ വെള്ള പുതച്ചു നടക്കണ കോലങ്ങൾ കോടികൾ കെട്ടാനെന്താ? നേരം പോക്കെന്ന പോൽ കയറിയിറങ്ങുവാൻ ഞങ്ങളെ നെഞ്ചുണ്ടല്ലോ. നിന്റെ അറക്കണ കയ്യിലിരിക്കണ ഫാസിസക്കോറുണ്ടല്ലോ. അത് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം തല്ലിക്കെടുക്കാനല്ല. ഇത് ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ റോഡ്, ഞങ്ങളുടെ പൂവരമ്പ്. നമുക്കൊരുമിച്ച് മുന്നേറാം, സർക്കാർ ഒപ്പമുണ്ട്. VS സർക്കാരിൻ്റെ കാലത്ത് പനി പടരുന്നതിൽ പ്രതിഷേധിച്ച് ഹർത്താൽ പ്രഖ്യാപിച്ച് പിന്നീട് നാണംകെട്ട് പിൻവലിക്കേണ്ടി വന്നതിനാൽ ഇത്തവണ ക്രിയാത്മക പ്രതിപക്ഷത്തിൻ്റെ റോളിലാണ് കോൺഗ്രസ്. പനി പടർന്ന് ആളുകൾ മരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശുചീകരണത്തിന് മുന്നിട്ടിറങ്ങാൻ സർക്കാർ ആഹ്വാനം ചെയ്യുന്നത്. UDF കാലത്തെ കൊതുകാണ് ഇപ്പോഴും കടിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ. സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പിന്നെ നമ്മൾ പൊതുജനവും കൂടി നാടിനെ കുപ്പത്തൊട്ടിയാക്കി കൊതുകു വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സ്വന്തം മണ്ഡലത്തിൽ ശുചീകരണ പ്രവർത്തനത്തിന് പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല രംഗത്തിറങ്ങി. പനി വ്യാപകമായി പടരുകയും ആയിരക്കണക്കിന് ആളുകൾ ആശുപത്രിയിൽ അഭയം തേടുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ക്രിയാത്മകമായി പ്രതികരിക്കുക എന്നുള്ളതാണ് UDFിൻ്റെ സമീപനം. സമരത്തിന് ഞങ്ങൾ ഇറങ്ങുന്നില്ല. അതേസമയം ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ, രോഗികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മാതൃകാപരമായി പ്രവർത്തിക്കാനുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മുണ്ടും മടക്കി കുത്തി നെഞ്ചും വിരിച്ച ഒരു വരവാ. മാസ് എന്ന് പറഞ്ഞ പോരാ, മരണ മാസ്. അച്ഛ എന്ന് പറഞ്ഞ ഇതാണ് അച്ഛൻ. അപ്പൊ നല്ല ഐശ്വര്യമായിട്ടൊരു കുഴിയങ്ങ് കുഴിക്കുക. ഞാൻ ഏതെന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കാന്ന്. അല്ല അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ലാന്ന്. ആദ്യത്തെ ഒരു കുത്തുകുത്തിയാ മതി. വാളെടുക്കണം, വല വിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം, ദേഷ്യം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഞാൻ നിലം തുടച്ചും വിറക് കീറിയും വെള്ളം കോരി കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ കേസിന്റെ വിജയത്തിന് വേണ്ടിയല്ലേ? മാളൂര് കാണുമ്പോൾ നേരെ നിൽക്കണം, മേലോരെ കാല് തൊട്ട് തലയിൽ വെക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. വാളെടുക്കണം, വല വിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം. വാസ്തവത്തിൽ മുഖ്യമന്ത്രി ഇപ്പോഴാണ് ഒരു പ്രഖ്യാപനം, ജനങ്ങളെല്ലാവരും ശുചീകരണ പ്രവർത്തനത്തിൽ ഇറങ്ങണം. ഈ പ്രഖ്യാപനമൊക്കെ നേരത്തെ നടത്തേണ്ടതല്ലേ? ഗവൺമെൻറ് ചെയ്യാനുള്ളത് ചെയ്തില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ പരാജയം ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ്. ഞാനാരാ മുതല്? കൈ നനയാതെ മീൻ പിടിക്കണം, മീൻ പിടിക്കണം, മീൻ പിടിക്കണം. മാനത്തുള്ളത് മനസ്സിൽ കാണണം, മനസ്സിൽ കാണണം, മനസ്സിൽ കാണണം. ഈ തല്ലിപ്പൊളി വേഷത്തിന് ഞാൻ ഇല്ലടാ. പണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ആൺകുട്ടിയെ കണ്ടു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? പനിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം, മാലിന്യത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയ്ക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇനിയൊരു കുളിയാവാ
ഇന്നെന്താ ഇത്ര നേരത്തെ? വയ്യ, ഒരു ഉഷാറില്ല. ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ. അതാ നല്ലത്. മനസ്സറിഞ്ഞൊന്ന് കുളിച്ചാൽ ഒരു ഉഷാറ് വരും. ഉമ്മൻചാണ്ടിയുടെ ജനകീയ മെട്രോ യാത്ര കാണാം ഇടവേളയ്ക്ക് ശേഷം. എല്ലാവരും ഇടിച്ചേറി എങ്ങോട്ട് പോവുക? ഇതകത്തെ തിക്കും തിരക്കിലും പൊടിഞ്ഞു പോകും. ഇങ്ങോട്ട് മാറിയേ, ഒന്ന് ഒതുങ്ങിയിരിക്കുവോ?